ഹായ്, നമസ്കാരം. ഷാജീസ് കുറിയന്നൂർ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ ഇൻട്രോ ഒക്കെ പറയാമെന്ന് കരുതി. അപ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൻ്റെ കുറച്ച് കാഴ്ചകളും അന്നത്തെ ജീവിത അനുഭവങ്ങളും ഞാൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം സ്കൂളിൽ പഠിച്ച ആൾക്കാർക്കാണെങ്കിൽ അവർക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നേരത്തെ 1 മുതൽ 4 വരെ കട്ടേപ്പുറം സ്കൂളിൽ വെച്ചാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ കോമഡിയുള്ളു. കപ്പ മാന്തൽ മുതൽ പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ സ്കൂളിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെ കാണിക്കണ്ടേ? എന്നാവാ, എല്ലാം നമ്മൾ കാണിച്ചു തരാം.
എങ്ങനെയുണ്ട് നമ്മുടെ ഡ്രോൺ ക്യാമറയുടെ ദൃശ്യങ്ങളൊക്കെ? ഇത് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ചെറിയാണ് ഡ്രോൺ ക്യാമറ ഓടിച്ചു വിടുന്നത്. ഇതിലും ഫസ്റ്റിലിട്ട് ഓടിക്കുമെങ്കിൽ നല്ല ഹൈറ്റിൽ ഉയരും. പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്ത് കാക്കകൾ വന്ന് കൊത്തുക, ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. ആ സാധനം മേടിക്കുകയും ചെയ്തു. മേടിച്ചു കഴിഞ്ഞപ്പോൾ എന്താ, അത് ഒരാഴ്ചയായിട്ടും സാധനം തിരിച്ചു കിട്ടുന്നില്ല. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ആ സാധനം ഇങ്ങ് തിരിച്ചിട്ടുണ്ട്, 300 രൂപ കൊടുത്ത് മേടിച്ചതാ. അപ്പോൾ സാറ് പറഞ്ഞാ തരാം. ഒരാഴ്ച കഴിയുമ്പോൾ സാറ് പൊട്ടിച്ച് പറക്കി വൃത്തിയാക്കി കൊണ്ട് കൈ തന്നെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട്. ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എന്തോ പറ്റി? മോനെ ഞാനേ മക്കള് എടുത്തായിരുന്നു. മക്കളെടുത്തപ്പോഴേ അവർക്ക് അങ്ങോട്ട് നിന്ന് കളിക്കാൻ കൊടുത്താ, നീ പുതിയ ഒരെണ്ണം മേടിച്ചോളാം. രേണു സാർ അന്നത്തെ ഒരു കാര്യങ്ങളൊക്കെ ഡ്രോണെ അവിടെ ആയിട്ടായിരിക്കുന്നത്, ഇവിടെ വെച്ചിട്ടാ പോയത്. അങ്ങനെ ഒരു സംഭവം വരെയുണ്ട്. ഒരുപാട് പേര്, അമ്മാമ്മയുണ്ട്, കിങ്കോങ് ഉണ്ട്, ലിജുവെ, മനോജ്, അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ട്. പിന്നെ ലിജുവിന്റെ കല്യാണം ഈയിടയ്ക്ക് കഴിഞ്ഞായിരുന്നു. മനോജിന്റെ ഒരു 1.5 വർഷമായിരുന്നു തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ ബോർഡ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ്. നേരത്തെ ഞങ്ങളിവിടെ പഠിക്കുമ്പം ഈ ക്ലാസ് മുറി തുറന്നിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പം അതെ ബി എന്ന് കൊടുത്തിട്ടുണ്ട്. 5ാം ക്ലാസ് ആണെന്ന് തോന്നുന്നു. കണ്ടോ സ്കൂൾ വരാന്ത. ചെറുപ്പത്തിലെ ഞങ്ങളിവിടെ ചാടി വളർന്ന് ഈ കൊച്ചു സ്ഥലത്തൂടെ ഒക്കെ ഓടി നടന്നിരുന്ന എന്ത് ഭംഗിയല്ലേ കാണാൻ. അതിമനോഹരമായ പഴയ സ്കൂളിലെ ഓർമ്മകൾ ഇന്ന് വരുന്നു. ഇത് കഞ്ഞിപ്പുരയാ. പണ്ട് കാലത്ത് നട്ടുപിടിപ്പിച്ചതാ ഈ മരങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ. അന്നും ഉണ്ടായിരുന്നു തോന്നുന്നു, ഓർമ്മയിൽ. മാവൊക്കെ ഈ ഇടയ്ക്കൊക്കെ വന്നതാ. പഴയ കഞ്ഞിപ്പുരയാ. ഇപ്പോൾ ജോയിച്ചാനൊക്കെ ആയിരുന്നു അന്ന് കഞ്ഞിയൊക്കെ വെക്കുന്നത്. കണ്ടോ എന്ത് മനോഹരമായ സ്ഥലം. ഇത് 5ാം ക്ലാസ്, ഇത് 6ാം ക്ലാസ് ആയിരുന്നു നേരത്തെ. ഇപ്പൊ ഇത് ലൈബ്രറി റൂമാക്കി. ലൈബ്രറി പണ്ട് കാലത്ത് അവിടെ ആയിരുന്നു ലൈബ്രറി. ഡോറ് നേരത്തെ ഈ കഥകിന് ഡോറൊന്നുമില്ല. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു എനിക്കൊരു ചെറിയൊരു മോശം അനുഭവം ഉണ്ടായി. 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ കണ്ട സമയത്ത് കൂടെ പഠിക്കുന്ന ഒരു പയ്യന്റെ വേറൊരാൾ പൈസ അടിച്ചു മാറ്റി എന്റെയും എൻ്റെ കൂട്ടുകാരൻ്റെ തലയിൽ പോയി. ആ മഹാനായ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ടാണ് ഞങ്ങളെ 3 പേരെ അന്ന് പിടിച്ചു നിർത്തി. ഉച്ച കഴിഞ്ഞ് 3:30 മണിക്ക്. അന്ന് സൈസാറും സണ്ണി സാറുമായിരുന്നു അന്നത്തെ. ഞങ്ങളെ 3 പേരെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തു. ദേഹപരിശോധനയെല്ലാം കഴിഞ്ഞ് കഴിയപ്പം സണ്ണി സാറ് അവൻ്റെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് സൈഡിൽ നിന്ന് പൊക്കി. ആളുടെ പേര് പറയണ്ടേ, കണ്ണൻ, പരുത്തിമുക്കിനുള്ള കക്ഷി. അന്നത്തെ ആ സംഭവം അവൻ കുളം കലക്കിയിട്ട് അന്ന് ക്ലാസ്സിൽ നിന്ന് പഠിപ്പ് നിർത്തി പോയത്. ഇന്ന് എവിടാണെന്ന് പറഞ്ഞ് ഒരു പിടിയില്ല. അന്ന് ആ സംഭവത്തിന് ശേഷം വീട്ടിൽ നിന്നും കിട്ടി, സ്കൂളിൽ നിന്നും കിട്ടി, ഒരുപാട് കിട്ടുകയും ചെയ്തു. വൈകിട്ടായപ്പം അത് വീട്ടിൽ നിന്നും കിട്ടി. ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ശരിക്കും തല്ലി കിട്ടി. നല്ല തുട മുതൽ കാല് വരെ കിട്ടി. സത്യം തിരിച്ചറിഞ്ഞപ്പം സാറ് എൻ്റെ അടുത്ത് ക്ഷമ വരെ പറയുന്ന എതികേട് വന്നു. അതാണ് ഇവൻ കുളം കലക്കിയിട്ട് പോയി എന്ന് ഞാൻ പറഞ്ഞത്. ഇവന്റെ പേര് പറയണ്ടെന്ന് ഞാൻ വിചാരിച്ച, പിന്നെ അങ്ങ് പറഞ്ഞതാ. അത് ആളാരാ എന്താന്നൊക്കെ ചോദ്യം വരുമല്ലോ, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സണ്ണി സാറിന്റെ ഭാഗത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ സണ്ണി സാറ് നമുക്ക് പോക്കറ്റ് മണിയൊക്കെ തരും.
100, 50 അങ്ങനെയൊക്കെ പോക്കറ്റ് മണിയൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അമ്മ അന്നത്തെ കാലത്ത് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. 10 വർഷം സണ്ണിസാറിന്റെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സണ്ണിസാറിനറിയാം ഞാനങ്ങനെ അടിച്ചു മാറ്റുന്ന കൂട്ടത്തിലുള്ള അല്ല എന്നുള്ള കാര്യം സണ്ണിസാറിനറിയാം. എന്നാലും സണ്ണിസാർ പറഞ്ഞൊന്നും സൈസാർ അന്ന് കേട്ടൊന്നും ചെയ്തില്ല. അങ്ങനെ ഒരു കയ്യാപ്പത്ത് അന്ന് പറ്റിയതാ. ഈ വീഡിയോ ഇറങ്ങുന്നതോടെ പഴയ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഈ സ്കൂളിന്റെ ഓർമ്മകളും ഒക്കെ പങ്കുവച്ചതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ മനസ്സിൽ വരും. പഴയതായിട്ട് പ്രേമിച്ച് നടന്നതും കൈപിടിച്ച് നടന്നതും കൂട്ടുകാരുമായിട്ടൊക്കെ നടന്നതും അന്നത്തെ കാലഘട്ടം. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് അടിക്കാനും ഒരു ഷെയർ അടിക്കാനും ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അന്ന് 2008 ബാച്ചിൽ പഠിച്ചവരാണെന്ന് തോന്നുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയിരുന്നു. അപ്പം കേക്കൊക്കെ മുറിച്ച് അന്ന് എല്ലാവരും ആഘോഷിച്ചായിരുന്നു. അന്ന് ഞാനും പോയിരുന്നു. അന്ന് സ്കൂളിൽ പഠിച്ച ഒരുപാട് പേര് വരികയൊക്കെ ചെയ്തു. ചില ആൾക്കാർ വന്നില്ല, തിരക്കുകൊണ്ടായിരിക്കാം, മോശം പറയാൻ പറ്റത്തില്ലല്ലോ. അന്ന് നല്ല പരിപാടിയായിരുന്നു. അന്ന് ഈ ഗ്രൗണ്ടിലായിരുന്നു അസംബ്ലി കൂടിയിരുന്നത്. ഇന്നെല്ലാം മാറിപ്പോയി സ്കൂൾ ഗ്രൗണ്ട്. അവിടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന രശ്മിസ്റ്ററുടെ മുറി ആ കാണുന്നത്. എന്തായാലും നല്ലൊരു സ്കൂളാക്കി മാറ്റി. പഠിച്ച സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഉള്ളൂ. അപ്പം അത് മാത്രമല്ല, സ്കൂളിന് ബസ്സുകളും ഉണ്ട്. അപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും ബസ്സൊന്നും ഇല്ലായിരുന്നു, നടന്നു പോവാ. ഇവിടുന്ന് കണ്ട് 1/2 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ ദൂരം. അക്കടേറ്റ് കനാൽ ചാടി അപ്പുറത്തെ തോട് വഴി കയറി നേരെ വീട്ടിൽ പോയി കഴിച്ചിട്ട് വരും. അങ്ങനെ ആയിരുന്നേ. 5 മുതൽ 7 വരെയുണ്ട് അന്നത്തെ സമയത്ത് ഉച്ചക്കഞ്ഞി. കൂട്ടുകാരുകൾ കളിയാക്കുന്നു, ഉച്ചക്കഞ്ഞി കുടിക്കാനുള്ള ഈ വരുന്നതെന്ന് പറയും സാറന്മാര്. സണ്ണി സാറിനെ പ്രത്യേകിച്ച് കളിയാക്കുന്നു, നീ ഉച്ചക്കഞ്ഞി കുടിക്കാനാടാ വരുന്നതെന്ന് പറയും. പഠിക്കത്തില്ല, ആടെയാ ഓടെയാ, പഠിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഈ വന്ന വിഷയത്തിൽ തോറ്റ കണക്ക്, ഇംഗ്ലീഷ്, സോഷ്യൽ 3 വിഷയം. ഇംഗ്ലീഷൊക്കെ അങ്ങ് വായിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. പിന്നെ ബേക്കറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ബാലപാഠങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. ഇപ്പോൾ സ്കൂള് ടൂറൊക്കെ പോയായിരുന്നു. ഞാനല്ല, എനിക്കന്ന് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇവരൊക്കെ ഡ്രീം വേൾഡോ വീഗാലാൻഡിലാണ് പോയെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കന്ന് പോകാനൊന്ന് സാമ്പത്തിക ശേഷിയില്ല. വീട്ടിൽ ചോദിച്ചിട്ട് പൈസ തന്നില്ല, പൈസ ഇല്ലായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ പൈസ ഇല്ലാഞ്ഞുകൊണ്ട് ഞാനും പോയില്ല. അപ്പോൾ ഇവിടുന്ന് പൊട്ടിപ്പോയതിന് ശേഷം ഞാനിവിടെ പോയെന്നത് മാരിപ്പണ്ണൻ്റെ അവിടെ മാരാമണ്ണ് പോയി 6 മാസം അവിടെ ജോലി ചെയ്ത് അവിടെ നിന്നും കുറേ കാലം ജോലി ചെയ്ത് ഒരു 6 മാസം 7 മാസം ജോലി ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാരിപ്പണ്ണൻ്റെ അമ്മ മരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചടങ്ങുകളൊക്കെ പോയി മാരിയണ്ണം പറഞ്ഞ് 2 ആഴ്ചത്തേക്കിനും ഓർമ്മയില്ല, 2 ആഴ്ച വെറുതെ കുത്തിയിരിക്കണ്ടല്ലോ. അപ്പം ഞാൻ നേരെ കൊടൈക്കനാൽ വിട്ട്. സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ പറ്റിയില്ല. അന്നത്തെ ഗുണാക്കേവിലൊക്കെ എനിക്കൊരു ഭാഗ്യം ഉണ്ടായി. ആ ഗുണാക്കേവിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അന്നത്തെ കാലത്ത്. അപ്പോൾ എന്നെ കൊണ്ടുപോയ ഗൈഡൊന്നും പറഞ്ഞിരുന്നില്ല ഇത്ര വലിയ അവാർഡൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം. അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ ടൂർ പോകുന്നത്. ഗുണാക്കേവിൽ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊക്കയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കറങ്ങി അടിച്ച് വീട്ടുകാരെയും പറ്റിച്ച് അന്ന് ആദ്യമായിട്ട് ഞാൻ ടൂർ പോയത് ഗുഡാ കേവ്, കൊടൈക്കനാൽ ലേക്ക് അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു എൻ്റെ ആദ്യത്തെ ട്രിപ്പ്, വീട്ടുകാരോട് പറയാതെ. പിന്നെ അത് കഴിഞ്ഞ് കുറേ വർഷം, 9 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു യൂട്യൂബിൻ്റെ ചാനൽ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നത്. അപ്പോൾ ഞാൻ പലയിടത്തും അന്വേഷിച്ചു. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഇക്ക പറഞ്ഞു, എടാ നീ പലയിടത്തുമായിട്ട് ഇങ്ങനെ പോകുന്നതല്ലേ, നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, യൂട്യൂബ് ചാനൽ അതിൻ്റെ പരിപാടി ഒന്നും അറിയത്തില്ല. ഇക്ക പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഇക്ക ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്, ശമ്പളമൊക്കെ തീരെ കുറവാണ്, എനിക്കുള്ള ഒരു ജോലി സംഘടിപ്പിച്ച് തരാം. നീ ഒരു കാര്യം ചെയ്യും, കണ്ണൂരിൽ ഇരട്ടിയിലേക്കോ അവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലോട്ട് ചെല്ലാൻ പറഞ്ഞു.
അവിടെ ഒരു ക്ലീനിങ് ബോയ് ആയിട്ട് കയറി. ക്ലീനിങ് ബോയ് ഇറച്ചി കഴുകണം, മീൻ കഴുകണം, പാത്രങ്ങൾ കഴുകണം, ക്ലീനിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അടുക്കളയിലെ കിച്ചനും വൃത്തിയാക്കണം, തറ തുടയ്ക്കണം, എല്ലാ കാര്യങ്ങളും ഭയങ്കര വൃത്തിയാണ്. അവിടെ വെച്ചാണ് എബിനെ പിടിപെടുന്നത്. എബിനും ലിബിനെ ഞാൻ അവിടെ വെച്ച് കണ്ടുപിടുന്നത്. മൂത്തവനെ ഇളയവനെ അത്ര പരിചയമൊന്നുമില്ല. അപ്പോൾ പേര് പറഞ്ഞാൽ ലിബിൻ എന്നാ പേര്, എബിനും ലിബിനും. അപ്പോൾ ഇവർ ഭയങ്കര ചേട്ടനനിയന്മാരാണ്, സഹോദരങ്ങൾ. അപ്പോൾ അന്ന് അവന് വലിയ പരിചയമൊക്കെ ആയിരുന്നു. അവരൊക്കെ വലിയ വലിയ ചെഫുകളാണ്, നമ്മളോ ക്ലീനിങ്ങുള്ള ആൾക്കാർ. ഇന്ന് അവർ ഏറ്റവും വലിയ ബ്ലോഗേഴ്സാണ്. ഇന്ന് എവിടെ പോയേക്കെന്നറിയാം? അമേരിക്കയിലേക്ക് വണ്ടി കയറി പോയിട്ടുണ്ട്. അവരുടെ കണ്ണൂരിൽ നിന്ന് തന്നെ വണ്ടി ഓടിച്ച് അവിടെ വരാനുള്ള കാര്യം എങ്ങനെയാണെന്നറിയാം? ബേക്കറി ചെഫ്. ഞങ്ങളൊക്കെ ബേക്കറി പണിക്കാരായിരുന്നു. അവൻ പിന്നെ എന്നോട് പറഞ്ഞു, എടാ നീ ഒരു നല്ലൊരു ഫോൺ മേടിക്കണം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് ഒരു റെഡ്മി അല്ലാത്ത ഒരു ഫോൺ, ഫിയർമി ആ ഫോണാണ് ഞാൻ മേടിച്ച്. അപ്പോൾ എന്നോട് ചേട്ടാ ഇതിനകത്ത് ചാനൽ ഉണക്കാൻ പറ്റുന്നത്, നീ നല്ലൊരു ഓപ്പോയുടെ സെറ്റ് എടുക്കുക, 25,000 രൂപ അല്ല 30 രൂപ വില വരുന്നത്. അതിനകത്തു നിന്ന് ഞാൻ ചെറിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അവന് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു, നമ്മുടെ സുഹൃത്ത്. അവനെല്ലാം വാട്സപ്പ് വഴി എനിക്കെല്ലാം എഴുതി തന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അനീഷ് രാമഞ്ചിറ, അങ്ങനെ ആള് എനിക്ക് യൂട്യൂബ് ചാനൽ ഇവന്മാർ പറഞ്ഞ രീതിയിൽ തന്നെ മൊബൈൽ എനിക്ക് എടുത്തു തന്നു. അങ്ങനെ ഒരു ഉപകാരമായി. അത്രയും വലിയ ബ്ലോഗേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വലിയ ആളൊന്നും കളിക്കത്തില്ല, നമുക്കൊക്കെ പല രീതിയിൽ പാവപ്പെട്ടവർ. അപ്പം ഞാനെങ്ങനെ യൂട്യൂബ് ചാനലിലോട്ട് വന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരിക. അതാണ് ഇപ്പം 2 പേരോട് നമ്മൾ നന്ദി പറയണ്ടേ യൂട്യൂബ് ചാനൽ. ഒന്ന് അനീഷ് രാമഞ്ചിറ, രണ്ടാമത് എബിനും ലിബിനും. കണ്ണൂരിലെ പ്രമുഖ ബ്ലോഗേഴ്സാണ് അവർ. അന്ന് പരിചയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്തൊക്കെ എന്ന് പറയുമ്പം ഇവരൊന്ന് വളരെയേറെ എന്നെക്കാളിലും തീരെ ഇല്ലാത്ത ആൾക്കാരായിരുന്നു. ഇന്നൊക്കെ വലിയ വലിയ ബ്ലോഗേഴ്സായി, അവരുമായിട്ട് ചെറിയ ചെറിയ ബന്ധങ്ങളായി. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു ബോണസ് പോലെ നമുക്കൊരു തുക നമുക്ക് കിട്ടിയായിരുന്നു, ബോണസ്. സ്കൂള് വരാതെ ഇരിക്കുമ്പോഴേ പഴയ ഒരു കോമഡി ഓർമ്മ വരും. എന്താ പറയുക, ഇവിടുന്ന് പഠിച്ച് ഇറങ്ങി പോയി ഞാൻ ഇവിടെ തൃശ്ശൂർ പോയിരുന്നു, ഒരു ബേക്കറി. അന്ന് ഐസിങ്ങിൻ്റെ ഹെൽപ്പറായിട്ടാണ് പോയത്. അന്ന് നമുക്ക് പപ്സും ഫാസ്റ്റ് ഫുഡും എല്ലാ പണിയൊക്കെ നമുക്ക് അറിയാവുന്ന. അപ്പം ആശാന് കല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനോട് പറഞ്ഞു നല്ല ഐസിങ് കേക്കിൽ പേരെഴുതാൻ. അപ്പം ഞാനെന്ത്, അവർ എഴുതി തന്ന അതേ പേര് തന്നെ പറഞ്ഞു. അതിന് 2 സ്പെല്ലിങ് അങ്ങ് തെറ്റിപ്പോയി. എന്താ തന്നെ, ഫാദർ പോൾ എന്നായിരുന്നു ഐസിങ് കേക്കിൻ്റെ പേരിൽ എഴുതണ്ടത്. ഞാൻ എഴുതി വെച്ചിരുന്നു ഫാദർ ബാസ്റ്റഡ്. ഫാദർ ബാസ്റ്റഡ് എന്നൊക്കെ. അച്ഛൻ വന്ന് നോക്കിയപ്പോൾ ഇതെന്തോടാ ഫാദർ ബാസ്റ്റഡോ, ആരടാ എഴുതി? നീ അവനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന് എന്തോ പറ്റി, മുതലാളി ചോദിച്ചു എന്തോ പറ്റി മുതലാളി, ഇതെന്തുവാടാ എഴുതി വെച്ചേക്കുന്നത്, നീ ഒന്ന് വായിച്ചേ. ഞാൻ പറഞ്ഞു ഫാദർ സെബാസ്റ്റ്യൻ. എടാ നീ നല്ല രീതി നീ വായിച്ചടാ, നോക്കിയപ്പോൾ ഫാദർ ബാസ്റ്റഡ്. എന്നോട് ചോദിക്കുക, അച്ഛൻ ചോദിക്കുക നിന്നെ ആരടാ ഇംഗ്ലീഷ് പഠിപ്പിച്ച്? അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു ലീന സാർ എന്നെ പഠിപ്പിച്ച്. ആ സാറിനെ ഞാനെങ്ങാണോ ആ സാറിനെ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എറിഞ്ഞ കൊല്ലുവാണ്. ഭയങ്കര ചിരിയായി. എല്ലാവരും കൊണ്ടത് ജനിക്കാൻ നാണങ്ങളാ. ലീന സാറ് അതാരടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം അന്ന് ആദ്യമായിട്ട് പറ്റി. പിന്നെ എന്ത് ചെയ്തു, എനിക്കൊരു ചെറിയൊരു ബുക്ക് മേടിച്ചു തന്ന് ഹാപ്പി വെഡ്ഡിങ്, ഹാപ്പി ക്രിസ്മസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നെ കൊണ്ട് എംബോസിഷൻ എഴുതിപ്പിച്ച്. പിന്നെ ഇംഗ്ലീഷൊക്കെ അങ്ങനെയൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെയാണ് പഠിച്ചു. അതിനേക്കാളും വലിയ കോമഡി ബേക്കറിലോട്ട് ചെന്നപ്പോഴൊന്നുമില്ല, ബേക്കറിൽ ലൈസൻസ് കുപ്പിക്കാത്ത ഒന്നിനകത്തും മലയാളമില്ല. അപ്പം ആദ്യമായിട്ട് ഞാൻ ബേക്കറി ജോലി ചെയ്തപ്പം ആര്യപ്പെടണം പറഞ്ഞു, എടാ പൈനാപ്പിൾ എസൻസ്, ഓറഞ്ചിൻ്റെ എസൻസ് ഇതെടുത്തോണ്ട് വരാൻ. ഞാൻ ഏലക്കാടെ ഗാഡി ഫോം അതങ്ങനെയുള്ള കുറേ എസൻസ് പെറുക്കിക്കൊണ്ട് കൊടുത്ത്. അപ്പോൾ പറഞ്ഞു, എടാ നിങ്ങൾക്ക് വായിക്കാൻ അറിയത്തില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ, ഞാൻ എടുത്ത് തരത്തില്ലേന്ന് ചോദിച്ചു. തൃശ്ശൂരിലെ ഏറ്റവും വലിയ പള്ളിയിലെ വികാരിയായിരുന്നു കേക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ അവിടെ ഓഫണേജിൽ കേക്കും
ബ്രെഡും ബണ്ണും ഒക്കെ ഫ്രീ ആയിട്ട് റിജു അണ്ണൻ കൊടുക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അച്ഛന്റെ ബർത്ത്ഡേയുടെ ആഘോഷമായിട്ട് ഇടവജനങ്ങളെല്ലാം കൂടി കേക്ക് ഓർഡർ ചെയ്ത്. അന്നത്തെ ആ സംഭവം നിങ്ങളോട് ഞാൻ പറഞ്ഞു. ആരോടും പറഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം. ഇന്ന് അച്ഛൻ തമിഴ്നാട് കേരള ബോർഡിലെ കുമിളിയിലാണ് അച്ഛൻ ഇന്ന് ജോലി ചെയ്യുന്നത്. അപ്പം അച്ഛനെ കാണുകയും സംസാരിക്കുകയും എടുക്കാറൊക്കെ ചെയ്യാറുണ്ട്. എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. അച്ഛൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ് കോമഡിയൊക്കെ ആയിരിക്കും. വലിയ സ്നേഹമുള്ള ഒരു അച്ഛനായിരുന്നു. റിജോ ബേക്കറിൽ ഞാനൊരു 4 വർഷം അടുപ്പിച്ച് ഞാൻ ജോലി ചെയ്തിരുന്നു. നല്ല വലിയൊരു കമ്പനിയായിരുന്നു. അവിടുത്തെ ഐസിങ് ഹെൽപ്പർ മാസ്റ്ററായിട്ടായിരുന്നു ഞാൻ കയറിയത്. പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം എനിക്ക്. ഞായറാഴ്ച ദിവസങ്ങളിൽ സൺഡേ സ്കൂളിന്റെ ചെറിയ പരിപാടികൾ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ അവിടെ സ്കൂളിൽ ഡ്രോൺ പറത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ സ്കൂളിലെ അന്നത്തെ സാറ് വരുന്നത്. നമുക്കറിയാവുന്ന ആളാണ്. അപ്പോൾ ഡ്രോൺ പറത്തിച്ചുകൊണ്ടിരുന്നപ്പം സാറും പറഞ്ഞ് ഈ ഡ്രോൺ ദൃശ്യങ്ങളൊക്കെ ഒന്ന് എടുത്തു തരാൻ. സാധാരണ ഈ ഡ്രോണിനെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലായിടത്തും പറത്താൻ അനുമതിയില്ല. ശരിക്കും ഈ ഡ്രോണിന്റെ വിലയെന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയാണ്. ആദ്യത്തിനകത്ത് ഞാനൊരു ഇത് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 ലക്ഷം രൂപ കൊടുത്ത് ഡ്രോൺ ക്യാമറ മേടിച്ചു എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് 1.5 ലക്ഷം രൂപ അടുത്ത് വിലയുണ്ട്. ബാറ്ററിക്ക് തന്നെ 10,500 രൂപ വിലയുണ്ട്. എക്സ്ട്രാ ഒരു ബാറ്ററി മേടിക്കുവാണെങ്കിൽ അതിനും എല്ലാം കൂടെ ചേർക്കും പൈസ മേടിക്കുന്നത്. ഇത് പാലക്കാട് ജില്ലയിൽ മുണ്ടൂരിൽ നിന്ന് മേടിച്ച ഈ സംഭവം. അപ്പോൾ ഞാൻ കുറഞ്ഞ ചെലവിൽ ഡ്രോൺ ദൃശ്യങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എനിക്ക് ബുക്കിംഗ് ഒക്കെ ആയി തുടങ്ങി. ഇടുക്കിയിലും ഇപ്പം 4 ബുക്കിംഗ് ആയി, പത്തനംതിട്ടയിൽ 4 ബുക്കിംഗ് ആയി. അത് ഞാൻ എടുത്തു കൊടുത്തായിരുന്നു ഡ്രോൺ ദൃശ്യങ്ങളെ. പത്തനംതിട്ട നഗരമധ്യത്തിലെ പാറയുടെ അവിടുത്തെ അമ്പലത്തിന്റെ ചുട്ടിപ്പാറ മലദേവൻ നട ക്ഷേത്രത്തിന്റെ അവിടെ ചുറ്റിനും പറത്തി വീഡിയോ എടുത്ത് ഞാൻ കൊടുത്തായിരുന്നു 2 പേര്. അപ്പോൾ അതിന് ഞാൻ ചെറിയ ചാർജ് ഈടാക്കിയായിരുന്നു 300 രൂപ.